ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിൽപ്പെട്ട ഒരു സുഹൃത്ത് നമുക്കൊരു സ്റ്റീരിയോ അയച്ചു തന്നിട്ടുണ്ട്. പാനാസോണിക്കിൻ്റെ ഒരു കാർ സ്റ്റീരിയോ ആണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് ഇല്ല. അപ്പോൾ അവർ ബ്ലൂടൂത്തിൻ്റെ മോഡ്യൂളൊക്കെ മേടിച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കി ആക്സിൽ. പക്ഷെ അതൊന്നും കറക്റ്റ് സക്സസ് ആയില്ല. അപ്പോൾ കുറേ നോക്കി മൂന്നാളിനെ അവർ മേടിച്ചു. അതിന് ശേഷം അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇതിലൊരു മോഡ്യൂൾ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ FM-ൻ്റെ ബോർഡ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ മോഡ്യൂൾ കൊടുത്തത്. ഇതിൽ നേരെ മറിച്ച് നമ്മൾ ഓക്സിലാണ് കൊടുക്കാൻ പോകുന്നത്. അത് ഉള്ളിലാണ് കൊടുത്തത്. CD ഡ്രൈവ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളിലാണ് കൊടുത്തെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ പാനലിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ മോഡ്യൂൾ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നും ആ 5 വോൾട്ട് എവിടെ നിന്ന് എടുക്കണം, ആ ബോർഡിനുള്ള എവിടെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാർ സ്റ്റീരിയോയുടെ ഫ്രണ്ട് പാനലിലാണ് നമ്മൾ മോഡ്യൂള് കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കിത് അഴിച്ചെടുക്കാം. ഇതിന് ആവശ്യമായ വോൾട്ടേജ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ വോളിയം കൺട്രോളിൻ്റെ അടുത്ത് തന്നെ ഉള്ള റിമോട്ട് സെൻസറിൽ നിന്നാണ്. അതിൻ്റെ ഒരു കാലിൽ 5 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ എടുക്കുന്നത്. ആ സെൻസറാണ് ഈ കാണുന്നത്. പിന്നെ ഇതിന് വേണ്ടിയുള്ള മോഡ്യൂൾ ഇതാണ്, ചെറിയ മോഡ്യൂളാണ്. ഇതിലേക്കുള്ള കണക്ഷൻ നമുക്ക് കൊടുത്തെടുക്കാം. 5 കണക്ഷനാണ് വരുന്നത് ഇതിലേക്ക്. റൈറ്റ് ലെഫ്റ്റ് ഓഡിയോ, ഗ്രൗണ്ട്, അതുപോലെ 5 വോൾട്ട് പ്ലസ് ഗ്രൗണ്ട്. ഇത് നമുക്ക് ഒഴിവായ ഒരു സ്ഥലത്ത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓക്സ് കേബിൾ ഇൻ കൊടുക്കുന്ന കണക്ടറിലേക്ക് റൈറ്റ് ലെഫ്റ്റ് ഓഡിയോ അതേപോലെ ഗ്രൗണ്ട് എന്നിവ നമുക്ക് അവിടെ സോൾഡർ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് കൊടുക്കേണ്ടത് ഇതിനാവശ്യമായ 5 വോൾട്ടാണ്. 5 വോൾട്ട് നമ്മൾ എടുക്കുന്നത് റിമോട്ട് സെൻസറിൽ നിന്നാണ്. റിമോട്ട് സെൻസറിൻ്റെ സെൻറ്റർ പിന്നിൽ ഗ്രൗണ്ടും അതേപോലെ മൂന്നാമത്തെ പിന്നിൽ ലാസ്റ്റ് പിന്നിലേക്ക് നമുക്ക് അതിൻ്റെ 5 വോൾട്ടും കിട്ടുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ 5 സോൾഡറിങ്ങോട് കൂടി പാനലിൽ ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഫിറ്റ് ചെയ്യേണ്ട പണി നമുക്ക് കഴിഞ്ഞു. പിന്നെ ഇത് നല്ല വൃത്തിക്ക് നമുക്ക് ഒതുക്കി ഈ പാനലിൽ തന്നെ വൃത്തിയായിട്ട് ഒതുക്കി വെക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതിൽ വരുന്ന മെയിൻ കണക്ഷൻസ് 5 റൈറ്റ് ലെഫ്റ്റ് ഗ്രൗണ്ട് അതേപോലെ ഇതിനാവശ്യമായ 5 വോൾട്ട്. ഇതേ രീതിയിലുള്ള കണക്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് മുകളിൽ കൊടുക്കുന്ന ക്ലിപ്പിങ്സ് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീരിയോയിൽ ഫിറ്റ് ചെയ്തിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഒരു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അതിന് പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യാം. ഇത് പെയർ ചെയ്തതിന് ശേഷം നമുക്കൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് പാനലിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് സക്സസ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കണക്ടർ ഇല്ലാത്ത കാരണം ഉള്ളിൽ നിന്ന് കണക്ഷനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത്. പരിമിതികളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരിട്ട് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടേതായ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.